അസുഖങ്ങൾ പോലെ തന്നെ ഫാറ്റി ലിവർ ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. അതാണ് ജൂൺ 12-ാം തീയതി. അന്ന് തന്നെ ചെയ്തു തീർന്നാൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം ഡോക്ടർ. കാരണം കഴിഞ്ഞ സിനിമയിലെത്തി 37 വർഷക്കാലം പലതരത്തിലുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു അസുഖം, അതായത് ഏകദേശം ഒരു 160% ആളുകളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അസുഖത്തിന്റെ അതിന്റെ ഒരു നല്ല ഒരു കൂട്ടായ്മയോടുകൂടി ഈ സഹകരണം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ഒരു പുണ്യമായ ദിവസമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്, ഏറ്റവും സന്തോഷകരമായിട്ട്. ഇത് ഏകദേശം എന്നിൽ ഏൽപ്പിച്ച ശേഷം ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് എത്രമാത്രം ആളുകളിൽ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന്. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ട് എന്നെ തുടരെ വിളിക്കുന്ന സിനിമയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും എൻ്റെ സുഹൃത്തുക്കളും എല്ലാം, ജയറാം ഈ ഫാറ്റി ലിവറിന്റെ എന്തോ ഒരു ഫംഗ്ഷൻ രാജഗിരിയിൽ പോയി. ഞാൻ പറഞ്ഞു അതേ പോകുന്നുണ്ട് എൻ്റെ ഇനാഗ്രേഷൻ, അതിന്റെ എങ്ങനെയാന്ന് ഒന്ന് ചോദിച്ചു തരണം. അപ്പൊ ഞാൻ ചോദിക്കും, ഉണ്ട്, എൻ്റെ അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ട്, എൻ്റെ സഹോദരന്മാർക്കുണ്ട്. അപ്പൊ ഇങ്ങനെ എത്ര പേരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇത്രയും ബെസ്റ്റ് ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നത് എല്ലാവർക്കും കൈയട്ടിച്ച് അത്രയും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം ഇന്നത്തെ ഈ ദിവസം. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം എനിക്കൊരു അപകടം ഉണ്ടായാൽ, എനിക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖം ഉണ്ടായാൽ, ഒരുപക്ഷെ നാളെ എൻ്റെ മകനായിട്ടുള്ള കാളിദാസിനോട് അത് ഒരു ലിവർ അച്ഛന് കൊടുക്കുകയും ചോദിക്കുമ്പോൾ മാനസികമായി ഉണ്ടാവാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അവനതിന് തയ്യാറാവുകയായിരിക്കാം, പക്ഷേ പ്രായവും എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഡോക്ടർ വളരെ വലിയ കാര്യമാണ് പറഞ്ഞത്. എത്രയോ റോഡ് അപകടങ്ങൾ കൊണ്ട് എത്രയോ പേര് മരിച്ചു പോകുന്നു. അവരുടെയൊക്കെ ഈ അവയവങ്ങൾ ഉപകാരപ്രദമാവുമെങ്കിൽ അപ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതിന് രാജഗിരി ഹോസ്പിറ്റൽ തന്നെ മുന്നിട്ട് അതിനൊരു പ്രത്യേക ഒരു വിങ്ങായിട്ട് ചെയ്യാമെങ്കിൽ, അതിൻ്റെ ഒരു ഗുഡ് വിൽ അംബാസഡറായിട്ട് എൻ്റെ മരണശേഷം എൻ്റെ ദേഹത്തു നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയുന്നു. എൻ്റെ ഏതെങ്കിലും അവയവം കൊണ്ട് മറ്റൊരാൾക്കത് ഗുണപ്രദമാവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് അതെന്തെങ്കിലും ഒരു ഒപ്പിടണമെങ്കിൽ സമ്മതപത്രത്തിലും തീർച്ചയായിട്ടും ഞാൻ ഒപ്പിട്ട് തരാം. അത് ഇതിനൊരു ഒരു അസോസിയേഷൻ പോലെ രൂപവൽക്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് എത്രത്തോളം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ഉണ്ടാവും ഡോക്ടർ. താങ്ക് യു.